എന്താ പറയേണ്ടതെന്നറിയില്ല. നമ്മുടെ ബാലാമണി പറഞ്ഞില്ലേ, "ഞാനേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ" എന്ന്. അങ്ങനെയൊക്കെ അവസ്ഥയുണ്ടാവും. അതൊരു സംശയമില്ല. നമ്മൾ ഭഗവാനോടുള്ള ഭക്തി അത്രയും കൊണ്ട് നടക്കുമ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നത് ആരാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാൻ വേഗം വായിക്കാം. നമസ്കാരം ശ്രീകാന്തേട്ടാ. ഞാൻ ത്രിമധുരത്തിലൂടെ എല്ലാ അനുഭവങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. ഭഗവാന്റെ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം ഒരുപാട് വട്ടം എനിക്കുണ്ടായി. ചേട്ടന്റെ ശബ്ദത്തിലൂടെ എൻ്റെ അനുഭവം വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയട്ടെ. ഞാൻ മറ്റൊരു മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരു 7 വർഷമായിട്ട് ഭഗവാനിൽ മാത്രം വിശ്വസിക്കുന്നു. ഭഗവാനിലേക്ക് വന്ന കഥ ഞാൻ പറയട്ടെ. ഒരു 7 വർഷം മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ വൃന്ദാവൻ യാത്രാ വിവരണം കാണുമായിരുന്നു. ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു അവതാരിക. എന്താ എന്നറിയില്ല, ഗോവർദ്ധന പർവ്വതം കണ്ട മാത്രയിൽ തന്നെ എനിക്ക് എന്തോ സംഭവിച്ചു. ശരീരം മൊത്തം രോമാഞ്ചം വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തോ എനിക്ക് വർഷങ്ങളായി എല്ലാം സുപരിചിതം എന്ന പോലെ ഒരു ഫീലിംഗ്. ഭഗവാനെ വർഷങ്ങളായി അറിയുന്ന ഒരാളെ പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാനെ, ഈ ജന്മത്തിൽ എനിക്ക് വൃന്ദാവനത്തിൽ വരുവാനും ഗോവർദ്ധന പരിക്രമണം ചെയ്യാനുള്ള ഭാഗ്യം തരണേ. എനിക്ക് പൂർവ്വജന്മ സ്മരണ തന്നല്ലോ ഭഗവാനെ, അങ്ങേക്ക് കോടാനുകൂടി നന്ദി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ പിന്നെ എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കാനും നാമം ജപിക്കാനും ഞാൻ എൻ്റെ മുഴുവൻ സമയവും കണ്ടെത്തി. അപ്പോഴും ഒരുപാട് ആഗ്രഹം, അമ്പലത്തിൽ പോയി ഭഗവാനെ കാണുമെന്ന്. പക്ഷേ കഴിയാത്തൊരു സാഹചര്യം. ഹസ്ബൻഡിനോട് എങ്ങനെ പറയും? ആളൊരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ഭഗവാനെ കാണണം. ആ സമയത്ത് എനിക്ക് മുതിർന്ന ശ്രീകൃഷ്ണനോടായിരുന്നു ഭയങ്കര അടുപ്പം. എന്തോ എനിക്ക് ഉണ്ണിക്കണ്ണനോട് ഒരു വാത്സല്യവും തോന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ കഥ ഒക്കെ കേൾക്കാനായി ഞാൻ ഒറ്റയ്ക്ക് ഒരു ചെറിയ റൂമിലായിരുന്നു കിടന്നിരുന്നത്. ഹസ്ബൻഡും മക്കളും ഒന്നും അറിയാതെ ഞാൻ യൂട്യൂബിൽ നോക്കി നാമം ജപിക്കുകയും ഭാഗവതം നാരായണീയ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ ഭഗവാനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്കും അമ്പലത്തിൽ വരണം, ഭഗവാനെ കാണണം. ആരും അറിയാതെ ഞാൻ എങ്ങനെ പോകും? ഇതായിരുന്നു എൻ്റെ മുഴുവൻ സമയവും ചിന്ത. അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഉറങ്ങിയിട്ട് ഞാൻ ആ റൂമിൽ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിട്ടോ. കൃത്യം 3 മണിയായപ്പോൾ എന്നോട് ആരോ എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് ബെഡിൽ 2 കൈയും ബെഡിൽ കുത്തി എഴുന്നേറ്റപ്പോൾ ഞാൻ തന്നെ ആ കാഴ്ച കണ്ടു. ഞാൻ കിടന്നിരുന്ന ഫുൾ ലൈറ്റും ഓഫാക്കിയ റൂമിൽ എനിക്ക് എതിരെയുള്ള ചുമരിൽ വലിയ പ്രകാശം. എവിടുന്നോ ഈ സ്റ്റേജിലൊക്കെ ലൈറ്റ് അടിക്കുമ്പോഴുള്ള പ്രകാശമില്ലേ, അതിൽ വളരെ വലുതായി നല്ല വ്യക്തമായി ഉണ്ണിക്കണ്ണൻ്റെ നിഴല്. നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ കാണുകയാണ്. നല്ല തടിച്ച ഉണ്ണിക്കണ്ണൻ്റെ രൂപം. ആ പ്രകാശത്തിൽ ഞാൻ കണ്ടു നല്ല ചുരുണ്ട മുടി, തലയിൽ മുടി കെട്ടിവെച്ചതിൽ ഒരു മയിൽപ്പീലി. മയിൽപ്പീലിക്ക് വിടവുകളൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, നന്നായി കണ്ടോ, കണ്ണ് നിറച്ച് കണ്ടോ. ഞാൻ വീണ്ടും നോക്കി. ഓടക്കുഴയിൽ ഒന്നും തൂക്കിയിട്ടില്ലല്ലോ. അങ്ങനെയല്ലേ കാണുക ഫോട്ടോയിലൊക്കെ. ഞാൻ എപ്പോഴും കണ്ട കാഴ്ചയുടെ ഷോക്കിൽ എഴുന്നേറ്റ് കൊണ്ടിരുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. നടുവ് നിവർത്തിയില്ല, കിടക്കുകയല്ല ഇരിക്കുകയല്ല എന്ന അവസ്ഥ. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഭഗവാൻ സ്പർശിച്ച മണൽത്തരി പോലും സ്പർശിക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് ഇത്രയും ഭാഗ്യം തന്നല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഭഗവാന്റെ യോഗ്യത അനുസരിച്ച് ഭഗവാനെ എങ്ങനെ ഞാൻ സ്വീകരിക്കും? എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞാനായിപ്പോയിട്ടോ. എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, ഒന്നും വേണ്ട, എന്നെ കാണണമെന്ന് വാശി പിടിച്ചാലേ എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ എന്ന്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. പക്ഷേ എൻ്റെ ഭർത്താവും മക്കളും കണ്ടില്ലല്ലോ. അങ്ങനെ പല ചിന്തകളും മനസ്സിൽ കടന്നു വന്നു. പിന്നെ ഈ വെളിച്ചം എവിടെ നിന്നാ വരുന്നത്? ആ ചുമരിൻ്റെ സൈഡാണോ അതോ മുന്നിൽ കൂടെയാണോ? അപ്പോൾ ഭഗവാൻ എവിടെയായിരിക്കും നിൽക്കുക? അങ്ങനെ എനിക്ക് അത് മനസ്സിലാക്കണമെന്ന് ഉറപ്പിച്ച് ഞാൻ വേഗം എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ണൻ സമ്മതിച്ചില്ല. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഭഗവാൻ മനസ്സിൽ പറഞ്ഞു, നീ കാണണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ വന്നു. ഇനി നീ സുഖമായി ഉറങ്ങിക്കോളൂ. ആ നിമിഷം കൺപോളകളിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടു. കണ്ണടഞ്ഞു പോകുന്നു. ഞാൻ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ തലേ ദിവസത്തെ അനുഭവം, അതിൻ്റെ സന്തോഷം എനിക്ക് ആരോടും പറയാൻ പറ്റാതെ ഞാൻ വീർപ്പ് മുട്ടിട്ടോ. അന്നുവരെ ഉണ്ണിക്കണ്ണനോട് അടുപ്പം തോന്നാതിരുന്ന എനിക്ക് വാത്സല്യ ഭക്തി ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവാണ് ഇപ്പോൾ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാറ്. എല്ലാത്തിനും ഭഗവാനോട് നന്ദി മാത്രമേ ഉള്ളൂ പറയാൻ. ഇന്നും ഞാൻ ആ റൂം തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഭഗവാൻ വീണ്ടും വന്നാലോ എന്ന പ്രതീക്ഷയിൽ. ഓരോ ദിവസവും ത്രിമധുരം ചാനലിൽ കൂടെ ഓരോ അനുഭവം കേൾക്കുമ്പോഴും കണ്ണ് നിറയാറുണ്ട്. കണ്ണനോട് വിശ്വാസം ശക്തിപ്പെടുകയും ചെയ്യാറുണ്ട്. എൻ്റെ അനുഭവവും ഞാൻ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. എന്താ പറയേണ്ടത്? ഒരു കോരിത്തരപ്പായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാനേ കണ്ടുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു ആ ചേച്ചി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞതുകൂടെ നമ്മളെല്ലാവരും കണ്ടില്ലേ ആ ചേച്ചിയുടെ കൂടെ. ചേച്ചിയുടെ മനസ്സിൽ നമ്മൾ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ
കാര്യങ്ങളൊക്കെ കാണും. നമ്മളുടെ സന്തോഷം അതാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ അങ്ങനെയല്ലേ. മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും തരുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആളുകളൊന്നുമില്ല അല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, ഈ പറയുന്നവർക്കുണ്ട്, കേൾക്കുന്നവർക്കുണ്ട്. അപ്പം ഭഗവാനെ പ്രാർത്ഥിക്കുക, നേരെ മുറുകെ പിടിക്കുക. അപ്പം ഭഗവാൻ നമ്മളെ തിരിച്ചും മുറുകെ പിടിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും നല്ലത് മാത്രമായിരിക്കണം. നല്ല വാക്കുകൾ മാത്രം പറയുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുക. ഞാനീ പറയുന്നത് കേട്ട് ഒരാളെങ്കിലും അങ്ങനെ ആയാൽ നമുക്കൊരു സുഖമല്ലേ, സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരോടും ഈ അനുഭവം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുമെന്നറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അത്രയും രോമാഞ്ചം ഉണ്ടാക്കിയ ഒരു അനുഭവം തന്നെയായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പം നിങ്ങൾക്കറിയാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഗ്രൂപ്പിൽ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.